സിസ്റ്റർ പേര് രാജലക്ഷ്മി എന്നാണ്. ഇങ്ങനത്തെ പെന്തക്കോസ്തല ആരാധനയ്ക്ക് ഞാൻ കടന്നു പോയിട്ടില്ല. ഫസ്റ്റ് ടൈം വരുന്നത് നമ്മുടെ ഈ ആലയത്തിലാണ്. ഞാൻ ഈ ആലയത്തിൽ കടന്നു വരുന്നത് ജനുവരി മാസം 2025 ജനുവരി 20 തന്റെ ശരീരത്തിനകത്ത് ലിവറിനകത്ത് അസഹനീയമായ പെയിനാണ്. താൻ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കണ്ടു. അപ്പൊ അതിനകത്ത് സ്കാനിങ് എടുത്തപ്പോൾ അതിനകത്ത് 2 മുഴയുണ്ട്. അതിനകത്ത് ബയോപ്സിക്ക് വിട്ടു. അതിന്റെ റിപ്പോർട്ട് വന്നപ്പോ തനിക്ക് ക്യാൻസർ ആണെന്നുള്ള റിപ്പോർട്ടാണ് വന്നത്. ഇവിടെ വരുന്ന സമയത്തല്ലേ അറിഞ്ഞത്. പക്ഷെ ഇതിന്റെ എഫക്ട് എന്ന് പറഞ്ഞാൽ ശരീരത്തിനകത്ത് ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു അല്ലേ? നടക്കാൻ കഴിയാത്ത കാലുവേദന ഉണ്ടായിരുന്നു. ശരീരത്തിനകത്ത് സഹനീയമായ വേദന ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ അമ്പിളി സിസ്റ്ററാണ് ഈ സിസ്റ്ററിനെ ഇവിടെ കൊണ്ടുവരുന്നത്. ദൈവത്തിന്റെ ആത്മാവ് പ്രാർത്ഥിച്ച ആലോചന പറഞ്ഞു, നിന്റെ ശരീരത്തിന്റെ ഒരു റിപ്പോർട്ടുകളും ജയമെടുക്കത്തില്ല, കർത്താവിന്റെ രക്തം നിന്നെ സൗഖ്യമാണ്. അന്ന് താൻ പ്രാർത്ഥിച്ചു പോയതിനു ശേഷം തന്റെ ജോയിന്റുകൾ, കാൽമുട്ടുകൾ, ശരീരത്തിന്മേലുള്ള എല്ലാ ഓർഗൻസിന്മേലും സൗഖ്യം വെളിപ്പെട്ടു. താൻ പറയുന്നത് ബെഡിനകത്ത് കിടക്കുന്ന വ്യക്തിയായിരുന്നു. എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയത്തില്ലായിരുന്നു. അസഹനീയമായ വേദനയോടെ ആലയത്തിനകത്ത് വന്നത്. ഫസ്റ്റ് ഡേ തന്നെ കർത്താവായ യേശു ആലോചന പറഞ്ഞു, താൻ പൂർണ്ണ സൗഖ്യമായി. അതുകൊണ്ട് നിന്നില്ല. ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ എത്ര പേര് ഓർക്കുന്നുണ്ട്? ഈ കഴിഞ്ഞ ആഴ്ച തിരിച്ച് ജോലിക്ക് താൻ ജോയിൻ ചെയ്തു. കർത്താവ് പറഞ്ഞു, നിന്റെ മുമ്പിൽ ഒരു റിപ്പോർട്ട് അത്ഭുതമാകാൻ പോകുന്നു. മെയ് 12 റേഡിയോളജി റിപ്പോർട്ട് വന്നു. 2 മുഴയുണ്ടെന്ന് പറഞ്ഞു. ആ 2 മുഴയില്ല. മുഴയില്ലെന്നല്ല, ആ ശരീരത്തിനകത്ത് ക്യാൻസർ ഇല്ല. ഈ ശരീരത്തിനകത്ത് ക്യാൻസർ ഇല്ല. 1-ാം മാസത്തിൽ പറയുന്നത് ശരീരത്തിനകത്ത് 2 മുഴയുണ്ട്, ക്യാൻസർ ഉണ്ട്. പക്ഷെ ദൈവസഭ പ്രാർത്ഥിച്ചു, തന്റെ ശരീരത്തിനകത്ത് സൗഖ്യം കൊടുത്തു. റിപ്പോർട്ട് വന്നപ്പോ ഇപ്പൊ ഈ ശരീരത്തിനകത്ത് ക്യാൻസർ ഇല്ല. എത്ര പേർ വിശ്വസിക്കുന്നു? ചികിത്സിച്ച റിപ്പോർട്ട് പറഞ്ഞ ഡോക്ടറിന് ചിരിയുണ്ടായി. ഇത് എന്ത് അത്ഭുതം എന്നുള്ള രീതിയിലാണ് വ്യക്തി ചിരിച്ചത്. നമ്മളെ ജീവിക്കുന്ന ദൈവം ഞാൻ അറിഞ്ഞ ഉടനെ വിളിച്ചു സാക്ഷ്യം പറഞ്ഞു. പരിശോധിക്കേണ്ടവർക്ക് പരിശോധിക്കാം. CD സഹിതമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നല്ലവനെന്ന് മാത്രമല്ല, അവനാണ് എല്ലാം. ഞാൻ എന്തെങ്കിലും ആണെങ്കിൽ അതെന്റെ കർത്താവാണ്. നമ്മൾ എന്തെങ്കിലും ആണെങ്കിൽ നമ്മുടെ മുമ്പിൽ കർത്താവ് പ്രത്യക്ഷത്തിൽ ഒരു അത്ഭുത സാക്ഷ്യമായിട്ടായിരിക്കുന്നത്. മുഴ എത്തിപ്പോകുക മാത്രമല്ല, ക്യാൻസർ ഇല്ല. ബേക്കറി നിൽക്കുവോ? സെയിൽസ് ഗേളായിട്ട് നിൽക്കുവോ? പലതരം ഉയർത്തി ഒന്നും പ്രാർത്ഥിച്ചു. കർത്താവെ കൊടുത്ത അത്ഭുത സൗഖ്യത്തിനാണ് ഈ സൗഖ്യം ആയിരങ്ങളോട് യേശുവിനെ പറ്റി പറയുവാൻ. കർത്താവെ അനേകരുടെ മുമ്പിൽ യേശു ജീവിക്കുന്നു